നിന്റെ ആവശ്യം കഴിഞ്ഞു, ഇനി നിനക്ക് പോകാം. ചിലർ ചിലപ്പോൾ അവരുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മളോട് പറയാതെ പറയുന്ന വാക്കുകളാണിത്. അന്നേരം നമുക്ക് നമ്മളോട് തന്നെ വല്ലാത്തൊരു പുച്ഛം തോന്നും. ചത്തുപുഴുത്ത ശവമാണ് നീയെന്ന് സ്വയം ഹൃദയം പറഞ്ഞു കൊണ്ടേയിരിക്കും. ജീവിതം മടുത്തുപോകും വിധം ശക്തമായ പുച്ഛം. നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായും ഒഴിവാക്കേണ്ട ആളുകളാണ് നിങ്ങളെ വില കൽപ്പിക്കാത്തവർ, നിങ്ങളെ എപ്പോഴും വിമർശിക്കുന്നവർ, നിങ്ങളുടെ സമയം പാഴാക്കുന്നവർ, നിങ്ങളോട് അസൂയപ്പെടുന്നവർ, നിങ്ങളെ ഇരയാക്കി കളിക്കുന്നവർ, നിങ്ങളെ ശ്രദ്ധിക്കാത്തവർ, നിങ്ങളെ നിരാശപ്പെടുത്തുന്നവർ. നിങ്ങളുടെ ജീവിതത്തിലെ ദുഷ്കരമായ സന്ദർഭങ്ങളാണ് ഇവയൊക്കെ. ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെ യഥാർത്ഥ നിറം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, ഒരു ആപത്ത് ഘട്ടം വരുമ്പോൾ ആണ്. കൂടെയുള്ളത് ആരാണെന്നും കൂടെ ഇല്ലാത്തത് ആരാണെന്നും തിരിച്ചറിയുമ്പോൾ നിങ്ങളെ വിട്ടുപോയവരോട് നന്ദി കാണിക്കുക. കാരണം അവർ നിങ്ങളെ ഉപേക്ഷിച്ച സ്ഥലത്ത് ജീവിക്കാൻ നൽകിയതിനെയും, നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങളെ സ്നേഹിച്ചവരോട് സ്നേഹവും സന്മനസ്സും കാണിക്കുക. നിങ്ങളുടെ സാന്നിധ്യത്തെ വില കൽപ്പിക്കാത്തവരെ ബഹുമാനിക്കുകയും ചെയ്യാത്തവർക്കും നിങ്ങളുടെ അഭാവം സമ്മാനമായി നൽകുക. ജീവിതത്തിലെ തെറ്റായ ചില ധാരണകൾ. ഒറ്റയ്ക്ക് എന്നാൽ ഏകാന്തത എന്നർത്ഥമില്ല. സമ്പന്നൻ എന്നാൽ വിജയിച്ചവൻ എന്നർത്ഥമില്ല. ദ്രുതഗതിയിൽ ചെയ്യുന്നവൻ ഫലപ്രദമാണ് എന്നർത്ഥമില്ല. ബിരുദം നേടിയാൽ അറിവുണ്ടാകും എന്നർത്ഥമില്ല. പണം ഉണ്ടെങ്കിൽ സന്തോഷമുണ്ടാകും എന്നർത്ഥമില്ല. ഉയർന്ന ശമ്പളമുള്ള ജോലി തൃപ്തികരമായ ജോലി എന്നർത്ഥമില്ല. റാങ്കുണ്ടെങ്കിൽ ബഹുമാനിക്കപ്പെടും എന്നർത്ഥമില്ല. പറഞ്ഞതോ അറിഞ്ഞതോ അല്ല, അനുഭവിച്ച കാര്യങ്ങളാണ് ഒരാളെക്കുറിച്ചുള്ള ബോധ്യത്തിന് വഴി തെളിയിക്കുന്നത്. അല്ലെങ്കിലും മറ്റുള്ളവരുടെ മുൻപിലും സംസാരത്തിലും അഭിനയിക്കാൻ പലർക്കും കഴിയും. ജീവിതത്തിൽ അതിന് കഴിഞ്ഞെന്നു വരില്ല. എത്രത്തോളം നുണ പറഞ്ഞാലും എന്തൊക്കെ മറച്ചുവെച്ചാലും അതൊക്കെ മറനീക്കി പുറത്തുവരുന്ന സമയമുണ്ട്. ആ സമയമാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ജീവിതമാണ്. ആരു പോയാലും വന്നാലും അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. എന്നാൽ ചിലര് പോകുമ്പോൾ, ചിലരെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത് ഉൾക്കൊള്ളാൻ വിസമ്മതിച്ച് മനസ്സു പിണങ്ങി മാറി നിൽക്കും. കൈവെള്ളയിൽ നിന്ന് വഴുതി വീഴുന്നത് അറിയുമ്പോഴാണ് നഷ്ടബോധത്തിൻ്റെ തീവ്രതയേറുന്നത്. നഷ്ടബോധങ്ങളുടെ ആകത്തുകയാണ് നമ്മുടെയൊക്കെ ജീവിതം. സ്വന്തമായി നഷ്ടബോധമില്ലാത്തവൻ ജീവിച്ചിട്ടില്ലാത്തവന് തുല്യമാണ്. ഓടാത്ത വാച്ച് കയ്യിൽ കെട്ടിയത് പോലെയാണ് ചില ബന്ധങ്ങൾ. കൂടെ ഉണ്ടോ? ഉണ്ട്. എന്നാൽ കാര്യമുണ്ടോ? ഇല്ല. ബന്ധങ്ങൾ ഒരിക്കലും ബന്ധനങ്ങളാകരുത്. ചിലരെ നമ്മൾ അഗാധമായി വിശ്വസിക്കും, സ്നേഹിക്കും. അവരുടെ വാക്കുകൾ നമ്മൾ വല്ലാതെ വിശ്വസിച്ചു പോകും. പക്ഷേ നമ്മൾ അറിയുന്നുണ്ടാവില്ല അവർ നമ്മളെ ഒരു വിഡ്ഢിയാക്കുകയാണ് എന്നുള്ളത്. ജീവിതത്തിൽ ഒരു കോണിൽ നമ്മെ ഒറ്റപ്പെടുത്താൻ ചിലരുണ്ടെങ്കിൽ, മറുവശത്ത് നമ്മെ ചേർത്തു നിർത്താനും തീർച്ചയായും ചിലരുണ്ടാവും. കാത്തിരിക്കണമെന്ന് മാത്രം. ജീവിതത്തിൽ ഒന്നിൻ്റെയും ഇരയായി മാറരുത്. എല്ലാത്തിൻ്റെയും വിജയിയായി മാറണം. ദൈവം നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാനും, മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെ ധൈര്യമായി മാറ്റുവാനും, അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാനുമുള്ള ബുദ്ധി തന്നിട്ടുണ്ട്. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുമുള്ള വിവേകം നമ്മൾ കാണിച്ചാൽ മാത്രം മതി. എല്ലാ നേരങ്ങളും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ഓരോ മനുഷ്യൻ തന്നെ എല്ലാ നേരവും ഒരേപോലെ ഇരിക്കണമെന്നില്ല. ഏതു നേരവും ജീവിതത്തിൻ്റെ നല്ല വശങ്ങൾ മാത്രം കാണുന്ന, എപ്പോഴും ചിരിക്കാൻ മാത്രം അറിയാവുന്ന
ആരെയും അക്ഷരം തെറ്റാതെ മനുഷ്യനെന്ന് വിളിക്കാൻ ആവില്ലല്ലോ. എത്ര ബുദ്ധിമാനായ പുരുഷനും ഒരു സ്ത്രീയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാറില്ല. എന്നാൽ എത്ര വിഡ്ഢിയായ സ്ത്രീകൾക്കും ഒരു പുരുഷനെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ആരെയും പിന്തുടരാതെ നിങ്ങളെ ആകർഷിക്കാനുള്ള വഴികൾ. ആരെയും പിന്തുടരാതിരിക്കുക. സാവധാനത്തിലും ദയയോടും സംസാരിക്കുക. നാണിക്കാതെ മുഖത്ത് നോക്കി സംസാരിക്കുക. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധയോടെ കേൾക്കുക. കൃത്രിമമായ പ്രവൃത്തി ഉണ്ടാകരുത്. ആത്മവിശ്വാസത്തോടെയും ഉറപ്പോടെയും നടക്കുക. നിങ്ങളുടെ ഫോൺ ബാഗിലോ പോക്കറ്റിലോ സൂക്ഷിക്കുക. നിങ്ങളെപ്പറ്റി അധികം സംസാരിക്കാതിരിക്കുക. അധികം സംസാരിക്കുന്നത് മറ്റുള്ളവർ ഇഷ്ടപ്പെടില്ല. വൃത്തിയായും വെടിപ്പോടെയും നടക്കുക. ഒരു പുഷ്പം ഒരിക്കലും തേനീച്ചയെ സ്വപ്നം കാണാറില്ല. അത് പുഷ്പിക്കുമ്പോൾ തേനീച്ച തനിയെ വരും. ഓരോ ദിവസവും നിങ്ങൾ കൂടുതൽ മെച്ചപ്പെടുക എന്നതാണ് പ്രധാന കാര്യം. ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് ഇരുട്ടത്ത് ഉറങ്ങുന്നതോ മറ്റൊരാളെ വെല്ലുവിളിക്കുന്നതോ ഒന്നുമല്ല. ഹൃദയം തകരാതെ തോൽവിയെയും കുറവുകളെയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതുകൂടിയാണ്. നാം ഒരു തെറ്റില്ല തോൽവിയായി മറ്റു പ്രതിസന്ധി ഘട്ടങ്ങളിലും കഴിഞ്ഞുപോയ സങ്കടങ്ങളെ ഓർത്ത് ഒതുങ്ങിക്കൂടിയാൽ പിന്നെ നമ്മൾ ധൈര്യമുള്ളവർ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എല്ലാം ഒരുപക്ഷെ ശക്തമായ ഉയർത്തെഴുന്നേൽപ്പ് പിന്നീട് സാധ്യമാവണം എന്നില്ല. അതുകൊണ്ട് കുറവുകളും കുറ്റപ്പെടുത്തലുകളിലും ഒറ്റപ്പെടുത്തലുകളിലും പരിഹാസങ്ങളിലുമൊക്കെ ഹൃദയം തകരാതെ സൂക്ഷിച്ച് മുന്നേറുന്നവരല്ലേ ധൈര്യശാലികൾ എന്ന് പറയുന്നത്. ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, എന്തുകൊണ്ടാണ് ജീവിതമാകുന്ന പരീക്ഷയിൽ നമ്മൾ അധിക പേരും തോറ്റുപോകുന്നത്? ഗുരു മറുപടി പറഞ്ഞു, യഥാർത്ഥത്തിൽ ജീവിതം എന്ന പരീക്ഷ വളരെ ലളിതമാണ്. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ദൈവം വേറെ ചോദ്യപേപ്പറാണ് നൽകുന്നത്. ഇതറിയാതെ നാം അടുത്തിരിക്കുന്നവൻ്റെ ചോദ്യപേപ്പർ പകർത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ജീവിതമാകുന്ന പരീക്ഷയിൽ അധിക പേരും തോറ്റുപോകുന്നത്. കള്ളം പറയണം. കള്ളം പറയാൻ നമ്മൾ പഠിക്കണം. കൊതിയോടെ കഴിക്കാൻ വെച്ച മധുരം കൂടപ്പിറപ്പ് ചോദിച്ചാൽ എനിക്ക് വേണ്ട എന്ന് കള്ളം പറയണം. സ്നേഹമുള്ളവർ വേദനിപ്പിക്കും വിധം സംസാരിച്ച് പിന്നീട് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കള്ളം പറയണം. ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ ഫോണിൽ വിളിച്ചാൽ തിരക്കാണോ എന്നതിന് അല്ല എന്ന് കള്ളം പറയണം. മനസ്സിൽ തിരയടിക്കുമ്പോഴും എതിരെ വരുന്ന ആൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് കള്ളം പറയണം. എല്ലാം കഴിഞ്ഞ് ആ ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം പറയാൻ മറക്കരുത്, എൻ്റെ വേദനകളെ ഞാൻ അതിജീവിച്ചു എന്നുള്ളത്. ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന സ്ത്രീകൾ കൂടുതൽ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നു. വ്യക്തമായി ലക്ഷ്യങ്ങളില്ലാത്തവരാണ് ജീവിതത്തിൽ മടിയന്മാരായി മാറുന്നത്. പരാജയത്തിൻ്റെ വേദന താൽക്കാലികം മാത്രമാണ്. എന്നാൽ ഭയന്ന് നഷ്ടപ്പെടുത്തുന്നത് ജീവിതമായിരിക്കുമെന്ന് ഓർക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Don't forget to subscribe.